ഹലോ, ഞാൻ സുനീസ ജി രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ ഈശ്വരൻ നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കൾ ക്രിസ്തു വെച്ച് ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാകട്ടെ. നമ്മുടെ തലമുറയിലും ദൈവജനം എന്നറിയപ്പെടട്ടെ. ഞാൻ പണ്ട് പല വീഡിയോയിലും പറഞ്ഞിട്ടില്ലേ, വെല്ലൂർ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയ അതിൻ്റെ ആള് ഐഡ അത് ഒരു ഡോക്ടറുടെ മോളാണ്. അതും ഡോക്ടറാകാൻ ഇന്ത്യയിലും അപ്പൻ്റെ കൂടെ വന്നതാണ്, ഡോക്ടറിൻ്റെ കൂടെ. അപ്പം ഇങ്ങനെ ഈ പെണ്ണുങ്ങൾ പ്രസവത്തിനൊന്നും വന്നിട്ടോ ആണുങ്ങളെ ഡോക്ടറെ കയറ്റുമല്ലോ. അപ്പം അന്ന് ആശുപത്രി ഒന്നുമില്ല. ഒത്തിരി സ്ത്രീകൾ പ്രസവത്തോടുകൂടി മരിച്ചു പോണ കണ്ടിട്ട് പുള്ളിക്കാരി ചുമ്മാ വെക്കേഷൻ ആഘോഷിക്കാൻ വന്നാൽ പിന്നെ തിരിച്ച് അമേരിക്കയിൽ പോയി ഡോക്ടറായിട്ട് വന്ന് ഇവിടെ ആശുപത്രി സ്ഥാപിക്കാൻ കാശില്ല. അപ്പോൾ ആരോട് പിരിവെച്ചിട്ടും ഇല്ല, ഇന്ത്യയിൽ ഇപ്പോൾ ഇവിടെ നിന്ന് കാശ്. അപ്പം അവിടെ പറഞ്ഞതാണ്, ഞങ്ങൾ 3 തലമുറയായിട്ട് സുവിശേഷ വേല ചെയ്യുന്നവരാന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയിൽ നിന്ന് എല്ലാവരും പൈസ കൊടുത്താണെന്ന് വെല്ലൂർ ഹോസ്പിറ്റൽ ഉണ്ടാക്കി. അപ്പോൾ അവർ പറഞ്ഞത് എന്താ, ജനത്തിനോട് സുവിശേഷ വേലക്കാരാന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ അതിൻ്റെ ദൈവജനത്തിൻ്റെ പ്രാധാന്യം അറിയാവോ? അതിന് ലോകത്തിലൊരു വലിയ ഇമ്പോർട്ടൻ്റ്. എന്തോരം ഡോക്ടർമാരുണ്ട്, എന്തെല്ലാം ജനമുണ്ട്. ഞാനൊക്കെ പണ്ട് ഓർക്കുമായിരുന്നു, എൻ്റെ മോൻ ഡോക്ടറാകണം, CA-കാരനാകണം, കോടീശ്വരനാകണം. ദൂരം കോടീശ്വരന്മാർ ലോകത്തുണ്ട്. പക്ഷെ ആത്മീയമായിട്ട് വളർന്നവൻ എത്ര പേരുണ്ട്. ഇപ്പം എൻ്റെ മക്കൾ 2 പേരും പൗലോ കുഞ്ഞും ഒക്കെ ക്രിസ്തുയേശു ലോകപ്രശസ്ത സുവിശേഷക്കാരാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണേ. എൻ്റെ യേശുപ്പ ആത്മീയമായിട്ട് വളരുന്നവൻ, പരിശുദ്ധാത്മാവ് വാഴുന്നവൻ ലോകപ്രശസ്തനാകാണ്ടിരിക്കുമോ? ഒരു ചെറിയ ഡോക്ടർ എഞ്ചിനീയർ ആയാൽ മതിയോ? അപ്പം നമ്മളെയൊക്കെ സൃഷ്ടിച്ചപ്പോൾ നമ്മളെപ്പറ്റി വൻ പദ്ധതിയാണ് ദൈവം കണ്ടേക്കണേ. നിൻ്റെ നാശത്തിന് വേണ്ടിയുള്ള, ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. അപ്പോൾ ദൈവം നമ്മളിൽ വലിയ അനുഗ്രഹത്താൽ നമ്മളെ അനുഗ്രഹിച്ചേക്കുക. അപ്പോൾ ഒരു ഇതെടുത്ത് നമുക്ക് വായിക്കാവേ. മത്തായി 21:2. നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായി ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യുമെന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതിലിങ്ങനെ ആ അത്തി ഇങ്ങനെ യേശുമ്പരാൻ അത്തിയിൽ ഫലം നോക്കിയപ്പോൾ കണ്ടില്ല, അത്തി കരിഞ്ഞു പോയി. അതുപോലെയൊക്കെ നമ്മൾ ഓർത്തോട്ടോ, നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ദൈവം വലിയ പദ്ധതി കണ്ടേക്കണ. ഒരു ബലവും കായ്ക്കാണ്ട് ഭൂമിക്ക് നാശമായിട്ട് നിൽക്കാനല്ല. എത്ര മേഖലകളാണ് നമുക്ക് തന്നേക്കണേ. നമ്മളിപ്പോൾ ആക്കി വെച്ചേക്കണ മേഖലകളിൽ നമ്മളങ്ങ് മിടുക്കരാകുക. നമ്മൾ ഓരോ മേഖലയിൽ ദൈവം ആക്കിയിട്ടില്ലേ. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും ആകാൻ പറ്റില്ല. ഞാൻ സത്യമായിട്ട് ഞാൻ യേശുവിനെ അറിഞ്ഞപ്പം ഒന്നും എന്നെ ആക്കി വെച്ചേക്കണം. നല്ല മകളായിട്ടില്ല, നല്ല മരുമോളായിട്ടില്ല, നല്ല അമ്മയായിട്ടില്ല, നല്ല ഭാര്യയായിട്ടില്ല, നല്ലൊരു മുതലാളിയായിട്ടില്ല. കടയൊക്കെ തന്നിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് സങ്കടം വരുക. യേശുമ്പരാൻ ആക്കി വെച്ച് തന്നേക്കണ ഒരു മേഖലയിലും ഞാൻ ക്രിസ്തു യേശുവിൻ്റെ അനുഗ്രഹം ആയില്ല. അങ്ങനെ നിങ്ങളൊന്നും ആകരുത്. എനിക്കോ ജീവിതത്തിൽ വലിയ അബദ്ധം പറ്റിപ്പോയി. അപ്പം നമ്മൾ വചനം വിശ്വസിക്കുക. ഇവിടെ പറഞ്ഞില്ലേ, വചനം വിശ്വസിക്കുക. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവുള്ളൂ. ഈ മേഖലകളിലൊക്കെ ക്രിസ്തു യേശുവിൽ ഞാനൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്ന് പറഞ്ഞ് അത് വിശ്വസിച്ചാൽ പരിശുദ്ധാത്മാവ് സഹായിച്ച് നമ്മളെ എങ്ങനെ ആക്കും. വചനമാണ് ദൈവം. ഈ വചനം ഇനി ക്രിയ ചെയ്യും എന്നൊക്കെ വിശ്വസിച്ചാലാണ്, ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാലേ ദൈവനാമ മഹത്വം കാണാൻ പറ്റുള്ളൂ. അല്ല, വിശ്വസിച്ചാൽ നീ ദൈവനാമ മഹത്വം കാണും. വിശ്വസിക്കണം. വിശ്വാസം ഒരു വലിയ സംഭവമാണ്. ഞാനൊക്കെ ഒരു കാലഘട്ടം വരെ ദൈവം ഉണ്ടോ ഇല്ലയോ അങ്ങനത്തെ ഒരു ചിന്താഗതിയായിരുന്നു, ഒരു നിരീശ്വര വിശ്വാസി പോലെ അങ്ങനെ. പക്ഷെ ദൈവത്തെ അറിഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ, നമുക്ക് വഴി നടത്തണമൊക്കെ ഫീൽ ചെയ്യണ്ട കേട്ടോ. പരിശുദ്ധാത്മാവിനെ ഞാൻ രുചിച്ചറിയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന നഷ്ടം നിങ്ങൾക്ക് ആർക്കും വരാണ്ടിരിക്കാനാണ്. എൻ്റെ മക്കളെയൊക്കെ ക്രിസ്തു യേശുവിൽ അപ്പുക്കുട്ടനെ ഇച്ചിരൂടെ പ്രാർത്ഥിപ്പിച്ചൊക്കെ പഠിപ്പിച്ചു. ഉണ്ണിക്കുട്ടൻ വന്നപ്പോഴത്തേനും ഹോസ്റ്റലൊക്കെ പോയി. ഞാൻ പ്രാർത്ഥനയെ വന്നപ്പോഴത്തേനും അപ്പുക്കുട്ടൻ ഡിഗ്രിക്ക് പഠിക്കും. ഞങ്ങൾ 2 കൂടെയാണ് വചനം വായിച്ച് പഠിക്കണതൊക്കെ. പക്ഷേ ഉണ്ണിക്കുട്ടൻ വന്നപ്പോഴത്തേനും മെഡിസിനൊക്കെ പഠിക്കാൻ കയറിയ പിന്നെ അവനെ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ അവനൊരു നിരീശ്വരവാദി സ്റ്റൈലാണ്. അപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും അങ്ങനെ ആയിരുന്നല്ലോ. പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇനി അവൻ എന്നെ കണ്ട് യേശുവിനെ വിശ്വസിക്കും. കാരണം അവന് കാണുമ്പോൾ ഒരു ബോധമില്ലാത്ത ഞാനിങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ അവന് തന്നെ അത്ഭുതമാണ്. അപ്പോൾ അത് ദൈവകൃപയാലാണ്. എൻ്റെ മോൻ്റെ കുഞ്ഞും പറയും കേട്ടോ, അമ്മ ഇങ്ങനെ നടക്കുന്നത് യേശുവിൻ്റെ കൃപയാണ്. കാരണം അത് യേശുവിൻ്റെ കൃപ മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ മനോഹരമായ വീഡിയോസ് ഹെയറിനെ പറ്റിയാണ്. ഹെയർ ട്രീറ്റ്മെൻറ്റ് ഇപ്പം അധികം പേരും കരാട്ടിൻ ചെയ്യാനാണ് വന്നത്. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കാണ്, നാച്ചുറൽ സംഭവമാണ്. അപ്പം പക്ഷേ 40 വാഷ് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇത് ഇപ്പോൾ എൻ്റെ ചെയ്തിട്ട് 5-8 മാസമായി. പ്രായം ചെയ്തിട്ടൊന്നുമില്ല. കഴുകിയിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ ചീകിയിട്ട് മാത്രമേ ഉള്ളൂ.
ഇങ്ങനെ കുറേ നാൾ നമുക്കിങ്ങനെ കിടന്നോളും. 7-8 മാസം കിടക്കും. പക്ഷെ മുടി എല്ലാം ഒരുപോലെ. ഇവിടെയൊക്കെ കുറേ മുടിയും കൂടി എൻ്റെ പണ്ട് ഹെയർ ലാക്സിങ് ചെയ്ത മുടിയുണ്ട്. അതുകൂടെ കൂടി നോർമൽ ആയാലാണ് എൻ്റെ മുടി കരാട്ടിൻ്റെ ഫുൾ ഇത് വരുള്ളൂ. പക്ഷെ ഇപ്പം ഇങ്ങനെ പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. ഇത് ഇവിടെയൊക്കെ ചുരുണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു മോച്ചായ. അപ്പോൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അപ്പോൾ അയൺ ചെയ്യുക. എനിക്കൊരു വലിയ എൻ്റെ കസിൻ്റെ മോൻ്റെ കല്യാണം ഒരു വലിയ ഫംഗ്ഷനാണ്. അപ്പോൾ എനിക്ക് തലയിൽ ഒത്തിരി പണിയാനുണ്ട്. അപ്പോൾ ഇപ്പോൾ പോയി കരാട്ടം ചെയ്താൽ പിന്നെ ക്രമ്പൊക്കെ ചെയ്തതൊക്കെ പോയാലും കളറൊക്കെ ചെയ്യാനുണ്ട്. അതിൻ്റെ മേളിൽ കരാട്ടം ചെയ്താൽ മുടിക്ക് അങ്ങ് പ്രൊട്ടക്ഷൻ ആവുമല്ലോ. കളറൊക്കെ ചെയ്ത് ഡള്ളായി മുടി പൊട്ടി ഡള്ളാകണ മുടിയാണ് കരാട്ടം ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും നല്ല മുടി സിൽക്കി ഹെയർ നല്ല ഒരു കുഴപ്പമില്ലാത്ത മുടി ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യണ്ട. മുടിക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളത് മുടി പൊട്ടി ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴൊക്കെയാണ് കരാട്ടിനോ അല്ലെങ്കിൽ സ്മൂത്തനിങ്ങോ ഹെയർ ലാക്സിങ്ങോ ഒക്കെ ചെയ്യേണ്ടത്. നല്ല മുടിക്കൊന്നും ചെയ്യണ്ട. പിന്നെ എപ്പോഴും ഓർക്കുക ഹെൽത്തിൻ്റെ പ്രതീകമാണ് മുടി. അപ്പോൾ നമ്മുടെ ആരോഗ്യം നന്നായാലല്ല മുടി തിളങ്ങോളൂ മുടി വളരുവോളൂ ഒക്കെ. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മുടി വളരുമൊന്നുമില്ല. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മുടീനെയൊക്കെ ഒതുക്കി നല്ല ഗ്ലാമറാക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മുടി ഇങ്ങനെ ചെയ്യാനുള്ളവരെല്ലാം പെട്ടെന്ന് പോരെ. നമ്മൾ എന്നായാലും കരാട്ടി ചെയ്യുന്നത് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസാണ്. സൂപ്പർ പ്രൊഡക്റ്റാണ്. അതിൻ്റെ റിസൾട്ടിൻ്റെ ഒത്തിരി ആൾക്കാർ വന്നത്. പിന്നെ ഹെയർ ലാക്സിങ് ചെയ്യുന്നത് ഷോസ്കോപ്പ് ബ്രാൻഡഡ് കമ്പനി. നിങ്ങൾ ഏത് ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്ന ഫേഷ്യലായാലും എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ ചോദിക്കുക ഏത് കമ്പനിയാണ്. കമ്പനിയൊക്കെ പഠിക്കാതൊക്കെ ഗൂഗിളിൽ അടിച്ചു നോക്കാം, മൊബൈലിൽ നോക്കണത് വാട്സപ്പ് നോക്കി ഇങ്ങനെ ഫേസ്ബുക്കും ഇൻസ്റ്റയും നോക്കിയപ്പോൾ എല്ലാം ഒന്ന് പഠിക്കുക. ബ്രാൻഡഡ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമാണ്. അപ്പോൾ അതിമനോഹരമായ വീഡിയോസ് ആട്ടോ ഇനി അപ്പടി. അപ്പോൾ ഇത് കൂടാണ്ട് ഫേഷ്യലൊക്കെ സെർനൈറ്റ് കമ്പനിയുടെ ലക്ഷറി ഫേഷ്യലൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ക്ലീനപ്പും ഫേഷ്യലൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതുകൂടാണ്ട് ഇങ്ങനെ അരോമ ആർക്കേസിൻ്റെ ഒക്കെ പേളിൻ്റെ എല്ലാത്തിൻ്റെ ഫേഷ്യലുണ്ട് കേട്ടോ. ഫുൾ ഫേഷ്യൽ മുതലെല്ലാം ഉണ്ട്. ഞാൻ ഈ ബ്രാൻഡ് കമ്പനികളുടെ അടുത്ത് പറഞ്ഞ അതിൻ്റെ സൂപ്പർ ഇതാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ വീഡിയോസ് കണ്ടിട്ട് മുടി ചെയ്യാൻ എല്ലാവരും പെട്ടെന്ന് ഇങ്ങനെ പോരാൻ. ശരിയെന്ന്. ഹലോ, ഈ മോക്കടെ മുടി ഹെയർ കരാട്ടിൻ ചെയ്യാൻ വന്നേക്കണയാണേ. ഈ മുടി കാണുമ്പോൾ നല്ല മുടിയല്ലേ, പണ്ടത്തെ കാലത്തെ മുടി പോലെ. പക്ഷേ ഇതിങ്ങനെ ചീകി കൊണ്ടു നടക്കാൻ കാണുമ്പോൾ രസമുള്ളൂ. മെയിൻ്റനൻസ് നമുക്ക് പാടാം. അപ്പോൾ ജട പിടിക്കും ഇതൊക്കെ. ഇപ്പോൾ ഈ എണ്ണ തേച്ച് കുഴമ്പ് പോലെയൊന്നും ആരും കൊണ്ടു നടക്കുമല്ലോ. പണ്ടത്തെ കാലത്തെ മുടി കുഴപ്പമില്ലായിരുന്നു. ഇനി ഇത് പരസ്യത്തിന് വെല്ലണ പോലെ ഈ മുടി അങ്ങനെ കാഴ്ച കണ്ടോ കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ കൈയിട്ട് ചീകേ വേണ്ട. മുടി ഇങ്ങനെ ഒഴുകി 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 യേശുവിൻ്റെ കൃപയാ കിടക്കണ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. മൾട്ടി വിറ്റാമിൻ ഗുളികകളും കഴിക്കണം. നമുക്ക് മുടി പൊട്ടിപ്പോയാൽ ഈ ഭംഗി എല്ലാം പോവും. ഉള്ളുണ്ടായിട്ട് മാത്രം കാര്യമില്ലോ, മുടി തിളങ്ങണം. അപ്പോൾ ഇതിൻ്റെ എന്നാലാണ് ഇതിൻ്റെ കറക്റ്റ് നല്ല മനോഹരമായ കാഴ്ച കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ നാച്ചുറൽ മുടി നല്ലതാണ്. പക്ഷേ പൂട കഴുകി കഴിയുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ സ്വഭാവം കാണുന്നത്, പൊട്ടിയൊക്കെ പൊളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി യേശുവിൻ്റെ കൃപയെ പരസ്യത്തിന് വെല്ലണ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ അതിമനോഹരമായ കാഴ്ച കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പരസ്യത്തിന് വെല്ലണ കാഴ്ച. അപ്പോൾ ഇതിനിപ്പോൾ എന്ത് സുഖാന്നറിയാവോ, നമുക്ക് ഇത്ര ഉള്ളുള്ള മുടിയൊക്കെ പെട്ടെന്ന് കഴുകി ഉണങ്ങുക. എനിക്ക് ഇതിനേക്കാളും മുടി ഉണ്ടായിരുന്നു, കഴുത്തനങ്ങൂലാണ്ട് വന്നായിരുന്നു. അപ്പോൾ മെയിൻ്റനൻസേ രാത്രി കിടക്കുമ്പോഴൊക്കെ നമുക്ക് കഴുകിയിട്ട് കിടക്കുമ്പോൾ ഉണങ്ങൂല. ഇപ്പോൾ ആഴ്ച 2 ദിവസമായിട്ട് ഞാൻ തല നനയ്ക്കാറുള്ളൂ. ഹെയർ ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ പിന്നെ ആഴ്ച 2 ദിവസം തല നനച്ചാൽ മതി. ഇങ്ങനെ പൂതം പോലെ പൊങ്ങുമൊന്നുമില്ലോ. പിന്നെ എണ്ണ തേച്ച് കഴുകണം, അങ്ങനത്തെ നമുക്കൊരു ഇതും വേണ്ടല്ലോ, എണ്ണയും തേക്കണ്ട. അപ്പോൾ ഈ മുടി ഇങ്ങനെ പരസ്യത്തിന് വെല്ലണ പോലെ ആയില്ലേ നോക്കിക്കുക. പരസ്യത്തിൽ പോലും ഇത്രയും മനോഹരമായ മുടിയില്ല യേശുവിൻ്റെ കൃപയാൽ. അപ്പോൾ ഇത് കണ്ടോ. ഇനി ഇത് ആഫ്റ്റർ കെയർ ഒക്കെ കൊണ്ടുനടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിമനോഹരമായിട്ട് ഇങ്ങനെ കിടന്നോളും. അപ്പോൾ ആഫ്റ്റർ കെയർ മസ്റ്റാട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഇത് ചെയ്യാൻ ഇങ്ങോട്ട് വന്നാൽ മതി. പിന്നെ നമ്മൾ ഇടയ്ക്ക് പച്ച ഇലക്കറി, മൾട്ടി വിറ്റാമിൻ ഇതെല്ലാം ഫോളോ ചെയ്യണേ. അപ്പോൾ ശരിയെന്ന്, ഇങ്ങനെ മുടിയുള്ളവരൊക്കെ ചെയ്യാൻ വേഗം പോരെ. ശരിയെന്ന്. ഈ മോക്കടെ ഹെയർ കണ്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പാടില്ലേ. അപ്പോൾ നമ്മൾ കരാട്ടിൻ ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ അതീവ മനോഹരമായിട്ട് ഈ മുടി ഇങ്ങനെ കവറിങ്ങാണ്. കരാട്ടിൻ എന്ന് പറയുമ്പോൾ ഓർഗാനിക്കാണ്, ഒരു കവറിങ് വരിക. അപ്പോൾ ഈ മുടിക്ക് ഉള്ളും തോന്നിക്കും, പിന്നെ ഭയങ്കര സോഫ്റ്റാവും. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ അത് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആട്ടോ നമ്മൾ ചെയ്യണേ. അതിപ്പോൾ ഏറ്റവും അപ്ഡേറ്റ് സാധനമാണ്. അതുകൂടാണ്ട് അതിന് ഭയങ്കര നല്ല റിസൾട്ടാണ്. ഇതെല്ലാവരും ഇപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ചെയ്ത് കുറേ കാലം കിട്ടുകയും ചെയ്യും. 7-8 മാസം കിട്ടണമുണ്ട് കേട്ടോ. നല്ല റിസൾട്ടുമാണ്. പണ്ടൊക്കെ നമ്മൾ ഒത്തിരി കാലം പല ഇതായിരുന്നു, അന്നേരം ഇത്രയും നല്ല റിസൾട്ട് ഇല്ലായിരുന്നു.
ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകും. പിന്നെ ഏത് കരാട്ടിൻ ചെയ്താലും ആഫ്റ്റർ കെയർ നമ്മൾ പറയുന്ന സംഭവം തന്നെ ചെയ്യണം. കാരണം സൾഫേറ്റ് ഫ്രീ ഒക്കെ വേണം. അല്ലെങ്കിൽ ഒത്തിരി ഇങ്ങനെ ഇതുള്ള ഇട്ട മുടി കഴുകുമ്പോൾ ഒക്കെ മുടിയിൽ അത് കഴുകി പോകൂലേ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഞാൻ പറഞ്ഞില്ലേ പരസ്യത്തിനെ വെല്ലണ പോലെ ആവുന്നു യേശുവിൻ്റെ കൃപയാൽ. ഇത് കണ്ടോ, കളർ കൂടെ വന്നപ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇതാണ് കരാട്ടിൻ്റെ ഗുണം. പലയിടത്തും പല കളർ ഓവറോൾ ഒരു കളർ ചെയ്ത പോലെ ആയിട്ടില്ലേ നോക്കിക്കേ. അതിമനോഹരമായിട്ട് അതീവ രസം. യേശുവേ സ്തോത്രം, ഒന്നും പറയണ്ട. അപ്പോൾ ഇങ്ങനെ കളർ ചെയ്ത് ഡള്ളായിട്ട് പൊട്ടിയൊക്കെ ഇരിക്കുന്ന മുടിക്ക് കരാട്ടിന് ഒത്തിരി നല്ലതാട്ടോ. ഇപ്പോൾ വൈറ്റ് ഹെയറിനായാലും ബ്ലാക്ക് കളറൊക്കെ ചെയ്യില്ലേ, അപ്പോൾ അതിനും കരാട്ടിൻ മസ്റ്റായിട്ട് വേണം. അപ്പം എന്നാ വെച്ചാൽ ഒരു കവറിങ് വേണം. അപ്പം കവറിങ് വരുമ്പോൾ ആ പൊട്ടലൊക്കെ അങ്ങ് മറിഞ്ഞിരിക്കും. പൊട്ടൽ ശരിക്കും മുടിയിൽ നിന്ന് മാറണമെങ്കിൽ നമ്മുടെ ഹെൽത്ത് കറക്റ്റാണ്. നമ്മൾ ഉള്ളിൽ നല്ല മൾട്ടി വിറ്റാമിനും അല്ലെങ്കിൽ പച്ച ഇലക്കറി, പച്ച കളറുള്ള ഫുഡ്, വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുക, D3 ടെസ്റ്റ് ചെയ്യുക, ഇതൊക്കെ നോക്കി അതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ആഫ്റ്റർ കെയർ ഇതൊക്കെ നോക്കിയാലും ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് വേണം. ഭയങ്കര ഡ്രൈ ആയിട്ടിരുന്നാൽ സിറം തേക്കണം. ഇപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായിട്ട് ഇങ്ങനെ ചെയ്ത് കിട്ടും. വേഗം രേവതി ബ്യൂട്ടി പാർലറിലോട്ട് പോരെ. മേക്കോറിന് വന്നാണേ ഈ മുടി കണ്ടോ, യേശുവിൻ്റെ കൃപയാൽ ഈ മുടി ഈ കരാട്ടിൻ ചെയ്യാൻ പോവാണ്. അതീവ മനോഹരമായി പരസ്യത്തിനെ വെല്ലണ പോലെ കിടക്കണം കാണാം. ഇച്ചിരി വെട്ടണം. ഇങ്ങനെ കാണുമ്പോൾ മുടി നല്ലതാണെങ്കിൽ നമുക്ക് മുടി ഒരു സുഖം തോന്നില്ല. ഈ മുടിക്ക് വല്ല അട്രാക്ഷനുണ്ടോ? ഇപ്പോൾ ഞാൻ പറയുക, ഈ മോള് UK പോവാണ്. അവിടെ ചിലപ്പോൾ നാടോടുമ്പോൾ നടുവേ ഓർമ്മ. അവിടെ ഈ മുടിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നമ്മൾ എവിടെ ചെന്നാലും അപ്പം നിൽക്കാൻ ദൈവമെല്ലാം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്ത് ഈ നാട്ടിൽ പോലും ഇപ്പോൾ ഇങ്ങനത്തെ മുടിയൊക്കെ ആയിട്ട് ആരും നടക്കണില്ല. എല്ലാവരും സ്റ്റൈലിഷ് ആയിട്ടാണ്. അപ്പോൾ എവിടെയായാലും നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓർമ്മ എന്ന് പറഞ്ഞ പോലെ പണ്ടൊക്കെ പല്ല് കെട്ടിക്കാൻ 1-2 പേരാണ്. ഇപ്പോൾ ആരെങ്കിലും പല്ലൊക്കെ പൊങ്ങിയത് കെട്ടിക്കാണ്ട് ഇത് ആരും ഏത് മനുഷ്യരായാലും പല്ല് കെട്ടിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മളൊക്കെ എല്ലാം ഹെൽത്ത് ഒക്കെ നോക്കണം. മുടി നന്നായാൽ മുക്കാൽ നന്നായി. അപ്പോൾ ഈ മുടി പിന്നെ അതിൻ്റെ കംഫോർട്ട്, എൻ്റെ അമ്മയും വാഷിംഗ് മെഷീനും ഗ്യാസൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അതുപോലെയാണ് ഞാൻ കമ്പയർ ചെയ്യണത്, വേറെ ഒന്നുമല്ല. മുടി അങ്ങ് ചെയ്തിട്ടാൽ പിന്നെ നമുക്ക് എവിടെയൊന്നും ഒരുങ്ങാൻ പോകുമ്പോൾ ഒന്നുമില്ല ചെയ്യാൻ. മുടിയുടെ കാര്യമായ പിന്നെ മുഖത്ത് ഇച്ചിരി ലിപ്സ്റ്റിക് ഇടിച്ച കണ്ണുഴുതിയാൽ മേക്കപ്പായി. അപ്പം അതുപോലെ ഇതാണിത്. അപ്പം യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. ഇത് അതീവ മനോഹരമായില്ലേന്ന് നോക്കിയേ. ഞാൻ പറഞ്ഞില്ലേ പരസ്യത്തിനെ വെല്ലണ പോലെ ആകുമെന്ന്. ഈ മുടി ഇപ്പോൾ അതീവ മനോഹരമായില്ലേ. കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ. ഈ മുടി ഇങ്ങനെ പൂതം പൊട്ടി നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ മണിക്കൂറുകളാണ് നമ്മുടെ മേക്കപ്പ്. ഇതിപ്പോൾ മുടി മേക്ക് ഓവർ എന്ന് പറയുമ്പോൾ നമുക്കടെ ആ മേക്ക് ഓവർ 90% ഓക്കെ ആവും. അതീവ മനോഹരമായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്കങ്ങനെ നമ്മുടെ മുടിയൊക്കെ ശരിയാക്കി സുന്ദരിയായിട്ടിരിക്കാം. നമുക്ക് തന്നെ ഒരു കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. പിന്നെ ആഫ്റ്റർ കെയറൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒന്ന് ചീക പോലും വേണ്ട. ഇന്നോർത്തോണ്ട് ചീകാണ്ടിരിക്കരുത്. തലയൊക്കെ ഇടയ്ക്ക് മസാജ് ചെയ്യുക. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുമ്പോൾ മുടി നന്നായിട്ടുണ്ടാകും. പിന്നെ ആഫ്റ്റർ കെയറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് താരനൊന്നും ഉണ്ടാവില്ല. ഇത് ചെയ്തിട്ട് ആരുടെയും മുടി പോകില്ല കേട്ടോ. ഒരു മുടി പോലും ഊരി പോകില്ല. മുടിയൊക്കെ ഊരി പോകണം നമ്മുടെ ഹെൽത്തിന് പ്രോബ്ലം വരുമ്പോഴാണേ. അപ്പം ഇങ്ങനെ ഒത്തിരി ഗുണമുണ്ട്. ഇപ്പോൾ ട്രീറ്റ് ചെയ്യാണ്ട് ആരിടും? നാട് ഓടുമ്പോൾ നടുവേ ഓർണം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ എല്ലാവരും ഹെയർ ട്രീറ്റ്മെൻറ്റിന് രേവതിയിലേക്ക് പോരുക. ഈ മുടി കണ്ടോ? ഇപ്പോൾ ഈ മുടി കാണുമ്പോൾ എന്തേലും തോന്നുമോ? ഇതിന് മുടി ഉണ്ടെന്ന് പോലും തോന്നണില്ല കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തെ അതിമനോഹരമായ കാഴ്ച കാണാം കേട്ടോ. എന്തെങ്കിലും മുടിയുണ്ടോ ദൈവമേ, അത്രയ്ക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഭയങ്കര സങ്കടം, മുടിയില്ലെന്നുള്ള ഭയങ്കര മാനസിക വിഷമം. ഇങ്ങനെ ഒന്നും വിഷമിക്കണ്ട. യേശുവിൻ്റെ കൃപയാൽ എല്ലാത്തിനും പരിഹാരം കാണാൻ നമുക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ കരാട്ടിനൊക്കെ കണ്ടുപിടിച്ചത് ദൈവകൃപയാലല്ലേ. അപ്പോൾ ഇത് കരാട്ടിൻ ബയോട്ടാനിസ് നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസാണ് ചെയ്യാൻ പോണേ. അപ്പോൾ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ആഫ്റ്റർ കെയർ, മൾട്ടി വിറ്റാമിൻ ഇതൊക്കെ കഴിച്ചാൽ നമുക്ക് പണ്ട് ഒരു 10-25 വയസ്സിലൊക്കെ എന്ത് മുടി ഉണ്ടായിരുന്നോ അത്രയിലേക്കും പോയില്ലെങ്കിലും ഏകദേശം അത്രയൊക്കെ വരും. മുടി തല നിറച്ചുണ്ടായിക്കോളും. പനങ്കൊല പോലെ ആകുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഇരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടായിക്കോളും. അപ്പോൾ പിന്നെ പറയണതൊക്കെ കേൾക്കുകയും ചെയ്യണം കേട്ടോ പനങ്കൊല ഉണ്ടാകണമെങ്കിൽ. അപ്പോൾ നമുക്ക് മുടി പോയി, അയ്യോ എൻ്റെ അമ്മയ്ക്ക് മുടിയില്ലായിരുന്നു, അപ്പന് മുടിയില്ലായിരുന്നു, ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. അന്ന് അവർക്ക് അതിനുള്ള ബോധമില്ലായിരുന്നല്ലോ. അപ്പോൾ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമാകുന്ന കാഴ്ച. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞേ. കരാട്ടിൻ ബയോട്ടാനിസ് നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആട്ടോ ചെയ്തേക്കണേ. കഴിഞ്ഞ ജൂലൈയിൽ വന്ന് ചെയ്തിട്ട് പോയതാണ്. അന്നേരമൊക്കെ നല്ല ചുരുണ്ട് ഭയങ്കര ഫ്രസ്സിയായിട്ട് ഇങ്ങനെ ഇരുന്ന മുടിയാട്ടോ. പക്ഷേ ഈ തവണ വന്നപ്പം ഇങ്ങനെ മുടി ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കണം. ഫ്രഷ്നെസ് ഒന്നുമില്ല. കൊച്ചിനും തോന്നണല്ലേ ഇപ്പോൾ ഫ്രഷ്നെസ് ഒന്നുമില്ലെന്ന്. ആഫ്റ്റർ കെയർ ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യണില്ലേ?
മൾട്ടി വിറ്റാമിനും കഴിക്കണ്ടല്ലേ? എന്നെ പേടിച്ചിട്ട് ആൾക്കാർ എന്നെ പേടിച്ചിട്ട് കഴിച്ചില്ലേലും കഴിച്ചോളൂ. ഞാൻ ഈ ടീച്ചർമാർ പോലീസ് മുറയെല്ലാം ചോദ്യം ചെയ്യണേ. മുടി ആദ്യം പരിശോധിക്കും, ഉള്ളു പനക്കുലി ആയില്ലെങ്കിൽ ഞാനിങ്ങനെ ചോദിച്ചോണ്ടിരിക്കും, വിറ്റാമിൻ ഗുളിക കഴിച്ചില്ലേ, ഇത് ആഫ്റ്റർ കെയർ ശരിക്കും യൂസ് ചെയ്തില്ലേ, ഇല്ലെങ്കിൽ പോലും ആൾക്കാർ മേടിച്ചിട്ട് ഉണ്ടെന്ന് പറയാം. എൻ്റെ ദൈവമേ, എന്നെ എവിടുന്നേ പ്രിപ്പയർഡ് ആവുന്നതാണ് ഞാൻ ചോദിക്കണ ചോദ്യം. എനിക്ക് വയ്യ. യേശുവിനെ കൃപയാൽ എന്നായാലും ചെയ്തവരെല്ലാം പിന്നെ അടിക്കാൻ ഇവിടെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. യേശുപ്പാ സ്തോത്രം. എനിക്കറിയാവുന്ന എല്ലാ കാര്യവും ഞാൻ ആൾക്കാർക്ക് പറഞ്ഞുകൊണ്ടുണ്ട് ഒരു പനങ്കൊല ഉണ്ടാകാനുള്ള. അപ്പം നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പ്രായമായാലും നമുക്കുടെ മുടിയൊക്കെ ഇങ്ങനെ ഗ്ലാമർ ചെയ്യുന്നുള്ളൂ. ഇതേ കണ്ടോ, അന്ന് ഇങ്ങനെ ഇതിപ്പോൾ ഓവറോൾ കളർ ചെയ്ത പോലെയായി. ഇപ്പം ഇനി സ്റ്റാർട്ടിങ്ങിൽ ഇച്ചിരി ബ്ലാക്കിന് അടിച്ചു കൊടുത്താൽ മതി. ഈ മുടിയുടെ കളർ ഇങ്ങനെ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഫുൾ കളർ ചെയ്യണമെങ്കിൽ തന്നെ എത്ര രൂപയാവും? അതൊരു 7,000 രൂപ, 5,000, 6,000 രൂപയാവും ഓവറോൾ ഇങ്ങനെ ഫുൾ കളർ ചെയ്യാൻ. അങ്ങനെ കളർ ചെയ്ത് കിട്ടി. ഇനി എനിക്കിവിടെ ഈ സ്റ്റാർട്ടിങ് ഇച്ചിരി ബ്ലാക്ക് ചെയ്യണ ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഇതിങ്ങോട്ട് കളർ ചെയ്ത പോലെ ഇരിക്കുകയും ചെയ്യും. നല്ല കോപ്പർ കളർ, റോസ് ഗോൾഡിൻ്റെ കളർ, റോസ് ഗോൾഡ് കോപ്പറിൻ്റെ കളറായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇതിപ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കണായിരുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം, അതൊക്കെ ചുമ്മാതെ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടല്ല രണ്ടാമത്തെ തവണ ഇങ്ങോട്ട് വന്നെ. ഇവരെല്ലാം ഇങ്ങനെ ഭയങ്കര സ്നേഹമാട്ടോ. ഈശ്വരൻ തന്നേക്കണം മനുഷ്യരല്ലേ, ദൈവം അനുഗ്രഹിച്ചേക്കണം ദൈവജനം ഇവിടെ വന്നതെല്ലാം. അത് കാരണം അവരെല്ലാം നല്ല മനുഷ്യരാണ്. പിന്നെ ഞാനേ നന്നാകാനുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാം വന്ന് ഇപ്പോൾ എല്ലാവരും കരാട്ടിനെ ചെയ്യണേ. കരാട്ടി വേണമെങ്കിൽ കരാട്ടി വെർജിൻ ഹെയർ ആണ്. കൊച്ചു പിള്ളേരാണെങ്കിൽ പെർമനന്റ് ബ്ലോ ഡ്രൈയോ മറ്റേതോ ചെയ്തെന്നവർക്ക് കുഴപ്പമില്ല. പക്ഷെ ന്യൂജൻ വന്നത് അപ്പടിയും കരാട്ടി ചോദിച്ചാൽ ശരിക്കും ന്യൂജനേക്കാൾ കൂടുതൽ കളർ നമ്മൾ വൈറ്റ് ഹെയർ ഒക്കെ വന്ന് കളർ അല്ലെങ്കിൽ ഡാമേജ് ആയ മുടി മസ്റ്റായിട്ട് വെരി ഡ്രൈ ആണെങ്കിൽ കരാട്ടിനാണ് ബെറ്റർ. കരാട്ടിന് ഈ സൂപ്പർ റിസൾട്ടും കിട്ടും, അതിമനോഹരമായിട്ട് ഇരിക്കുകയും ചെയ്തോളൂ. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ വാഷ് ഔട്ട് ആട്ടോ. വാഷ് ഔട്ട് ആകുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ പയ്യ വളവുകളൊക്കെ വരും. ഒരു വളവൊക്കെ വന്നു തുടങ്ങിയില്ലായിരുന്നോ? തുടങ്ങണുള്ളൂ. ജൂലൈ ഒരു വർഷാകാരമായിട്ട് ഇപ്പോൾ ചെറുതായിട്ട് തുടങ്ങിയുള്ളൂ. അത്രയും നല്ല റിസൾട്ട് കിട്ടുക. എൻ്റെയൊക്കെ ഇവിടെ വളഞ്ഞു കേട്ടോ. ഇത് അതിലെന്നേരം പുറത്ത് തണുപ്പൊക്കെ ആയത് കാരണം ആഴ്ചയിൽ ഒരു ദിവസം കഴിവുള്ളൂ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ വ്യത്യാസം കാണും. അപ്പോൾ കരാട്ടും ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മുടി എല്ലായിടും ഒരുപോലെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഭയങ്കര ഫ്രഷ് ചുരുണ്ട മുടിക്കൊക്കെ കരാട്ടും ചെയ്യുകയാണെങ്കിൽ എല്ലായിടും ഒരുപോലെ ഇരിക്കും. അപ്പോൾ മുടിയൊക്കെ ചെയ്തിടുക, മുക്കാൽ നന്നായി. അതാണ് ഏറ്റവും വലിയ ഗുണം. മുക്കാൽ സൗന്ദര്യത്തിൻ്റെ മുക്കാലായി. പിന്നെ നമ്മൾ സുന്ദരികളായിട്ടിരിക്കണം. നമ്മൾ സുന്ദരിയായിട്ടിരിക്കുക, വേറൊരാൾ സുന്ദരിയായിട്ട് കാര്യമുണ്ടോ? നമ്മളെ ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചേക്കണേ. ദൈവം സൃഷ്ടിച്ചവന് ബോധമില്ലാണ്ട് ഒന്നും ഇരിക്കില്ല. എല്ലാവരും ഗ്ലാമറിലാണ്. അതാത് യുണീക്കായിട്ട് ഓരോരുത്തരെയും സൃഷ്ടിച്ചിട്ട് എത്ര മനോഹരമായിരിക്കണമെന്ന് യേശുവരാൻ നോക്കിയിട്ട് ചിന്തിച്ച് കാണും. അപ്പോൾ നമ്മൾ പല്ലും നോക്കണം, മുടിയും നോക്കണം, സ്കിന്നും. ഇതൊക്കെ ദൈവം തന്നതാണ്. വിലയേറിയതായിട്ട് കരണ്ട് പരിപാലിക്കണം, ആരോഗ്യം നോക്കണം, നമ്മളെ തന്നെ നോക്കണം. നമ്മളാണ് ലോകത്തിൻ്റെ നമ്മുടെ ആരോഗ്യം ലോകത്തിൻ്റെ അസറ്റ്, നമ്മുടെ കുടുംബത്തിൻ്റെ അസറ്റ്, മക്കളുടെ അസറ്റ്. അത് ശരിയാണ്. നമ്മുടെ ആൾക്കാരൊക്കെ പെട്ടെന്ന് വരാം. ശരിയല്ല?